ഹലോ, നമ്മൾ ഇന്ന് ആദ്യത്തെ ടാസ്ക്കാണ് ചെയ്യാൻ പോകുന്നത്. ഡേ 1 അസൈൻമെന്റ്. അതിന് ആദ്യത്തെ ജിമെയിൽ തുറക്കുക, ആദ്യത്തെ ലിങ്ക് തുറക്കുക, ബിൽഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ശേഷം ഡേ 1 ഇവിടെ എഡിറ്റ് ഉണ്ട്, അത് തൊടുക. എഡിറ്റ് മൈ കോപ്പി ഇത് തൊടുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ വെരിഫൈ ചെയ്തിരിക്കണം ഈ ടാബിലിനകത്ത്. അതിനായിട്ട് നിങ്ങൾ ഫോൺ വെരിഫൈ കൊടുക്കുക, നമ്പർ ചെയ്യുക. വെരിഫൈഡ് ആണെങ്കിൽ ഇവിടെ വെരിഫൈഡ് എന്ന് വരും, ഇപ്പോൾ വന്നിരിക്കുന്ന പോലെ. അതിനുശേഷം നിങ്ങളുടെ കോഡിലേക്ക് പോവുക. ഇനി നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു API കീ വേണം. അതിന് കഴിഞ്ഞ വീഡിയോയിൽ ഗൂഗിൾ AI സ്റ്റുഡിയോ നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കിയായിരുന്നു. അത് തുറക്കുക. അതിനുശേഷം ക്രിയേറ്റ് API കീ മുകളിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ കിടക്കുന്ന പ്രൊജക്ട് കോപ്പി ചെയ്താലും മതി. നെയിം യുവർക്ക് എന്തെങ്കിലും പേര് കൊടുക്കുക. ശേഷം ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുക. ശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കീ ജനറേറ്റ് ആവും. അതിനുശേഷം ആ കീയുടെ കീ കോപ്പി ചെയ്യുക, API കീ കോപ്പി ചെയ്യുക. ഞാൻ ഇപ്പോൾ കോപ്പി ചെയ്തിട്ടുണ്ട്. അതെടുക്കുക. ഇനി കാൽവിൻ്റെ നോട്ട്ബുക്ക് എഡിറ്റർ എടുക്കുക. അതിനുശേഷം ആഡ് ഓൺസിൽ പോവുക, സീക്രറ്റ്സ് എടുക്കുക, ആഡ് എ സീക്രറ്റ് കൊടുക്കുക. ഇനി കോപ്പി ചെയ്ത API കീയുടെ വാല്യൂ അവിടെ പേസ്റ്റ് ചെയ്യുക. ലേബൽ ഗൂഗിൾ API കീ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതേ പേര് തന്നെ അവിടെ നൽകണം. അതിനുശേഷം അത് സേവ് കൊടുക്കുക. അതിനുശേഷം ഈ ടിക്ക് വീണിട്ടില്ലെങ്കിൽ ആ ടിക്ക് എന്തായാലും ഇടുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എറർ വരും. അതിനുശേഷം ആദ്യത്തെ കോഡ് ഇമ്പോർട്ട് OS അത് റൺ ചെയ്യുക. ഒതന്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കീ ഒതന്റിക്കേഷൻ ആണ്, റൺ ചെയ്യുക. റൺ ചെയ്യും. ഇവിടെ കാണിച്ചു ഇപ്പോൾ API കീ സെറ്റപ്പ് കംപ്ലീറ്റ് കാണിച്ചു. അതിനുശേഷം ADK കമ്പോണൻസ് ഇമ്പോർട്ട് ചെയ്യുക. ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഇമ്പോർട്ട് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അത് ഇപ്പോൾ ഔട്ട്പുട്ട് കാണിക്കും, സക്സസ്ഫുള്ളി ഇമ്പോർട്ടഡ്. ഇപ്പോൾ അത് സക്സസ്ഫുള്ളി ഇമ്പോർട്ടഡ് ആയി. അതിനുശേഷം അടുത്ത ഫംഗ്ഷൻ ഹെൽപ്പർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ശേഷം റിട്രൈ ഓപ്ഷൻ ഇത് റൺ ചെയ്ത് ആദ്യം റൺ ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് പിന്നെ എറർ വരാറുണ്ട്. അതുകൊണ്ട് ആദ്യം റൺ ചെയ്യുക. ഔട്ട്പുട്ട് ഒന്നുമില്ല. റൺ ചെയ്യുക. അടുത്ത കോഡ് റൺ ചെയ്യുക. റൂട്ട് ഏജന്റ് ഡിഫൈൻഡ് അതും വന്നു. റണ്ണർ ക്രിയേറ്റഡ് അതും പ്രിന്റ് ഔട്ട്, എല്ലാത്തിനും പ്രിന്റ് ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ AI മോഡലാണ്. അതിനകത്ത് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. നമ്മൾ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ചോദിച്ചാൽ അതിനുള്ള റെസ്പോൺസ് അത് തരും. അത് റൺ ചെയ്യുക, ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ചെയ്യണമെന്നില്ല, ഞാൻ ചുമ്മാ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ റെസ്പോൺസ് വന്നു. ഇനി ആ കോഡ് റൺ ചെയ്യുക, റെസ്പോൺസ് വരും. അതിനുശേഷം നമുക്കൊരു വെബ് UI ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യത്തേക്ക് കാണുന്ന കോഡ് റൺ ചെയ്യുക. അത് റൺ ആയി കഴിഞ്ഞ് താഴെ വരും. റൺ ആയിട്ടുണ്ടാവും. അതിനുശേഷം തൊട്ടടുത്ത കോഡ് റൺ ചെയ്യുക. ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ റൺ ആയി, സക്സസ് ആയി. agent.py പൈത്തൺ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ആയി. ശേഷം നെക്സ്റ്റ് URL എടുക്കുക. ഇതിപ്പോൾ തുറന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും വരില്ല. അപ്പോൾ അതിന് നമ്മൾ URLോട്ട് ചെയ്യണം. റൺ ചെയ്യുക. ഇനിയിപ്പോൾ ഈ URL തുറന്നു കഴിയുമ്പോൾ നമുക്ക് ChatGPT പോലെ നമ്മളുടെ ഒരു AI മോഡൽ കിട്ടും, ചാറ്റ് ബോട്ട് കിട്ടും. അപ്പോൾ അത് തുറന്നു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക, റൺ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ആ URL തുറക്കുക. ഇപ്പോൾ സർവീസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, നമുക്ക് കാണാം. അത് തുറക്കുക, റീഫ്രഷ് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ റിക്വസ്റ്റ് എല്ലാം വരാൻ തുടങ്ങി. നമ്മളുടെ ആണത്. വെറുതെ ഹൈ കൊടുക്കുക, എന്തെങ്കിലും കൊടുക്കുക. വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തു, വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചു പോവുക. റൺ ആയതാണ്. ഇനിയിപ്പോൾ ഈ കോഡ് ഈ ലാബ് കഴിഞ്ഞു. കൺഗ്രാജുലേഷൻസ്. Now your lab should be complete. Thank you for watching the video. Thank you and bye.